ഹലോ ഗൈസ്, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വെറുപ്പിക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളെ സഞ്ജു ബിസി വർക്കിലാണ് ഗൈസ്. ഇതിനും പറയടാ, കുറേ നാൾക്ക് ശേഷം തിരിച്ചു വന്നില്ലേ? അതെ അതെ, നല്ലത് മാത്രം. ഒരുപാട് മാറി ഗൈസ്, പഴയ മണ്ടത്തിലൊന്നുമില്ല, ഇരട്ടിയായിരുന്നേ ഉള്ളു. അപ്പൊ ആകെയുള്ള കുറെ ശീലങ്ങൾ വന്നു. ഡെയിലി കുളിക്കാൻ തുടങ്ങി, 2 നേരം കുളിക്കാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ താങ്കൾ വന്നത്? കുക്ക് ചെയ്യാൻ തുടങ്ങി, അരിയാൻ പഠിച്ചു, കട്ട് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അത് സമ്മതിച്ചു തരാം. വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂരേക്ക് വന്നപ്പോൾ ഉണ്ടായത്? ഫുഡൊക്കെ എങ്ങനെ പണി കിട്ടാൻ പഠിച്ചു. അതെ, വന്നതിന് ശേഷം ഒരു 3 ദിവസം ആശാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം ആ കടയും തുറന്നിട്ടില്ല. എന്റെ പ്രാക്ക് വിളിച്ചു ഇത് മനസ്സ് പിന്നെ അനുഭവിച്ച എനിക്കറിയാതെ. സത്യം കൈസ്, 3 ദിവസം അതും ഒരു ചെറിയ ദോശ സാമ്പാർ മാത്രമേ കഴിച്ചോളൂ. വെയിറ്റ് ആയിട്ടത് ഞാൻ കഴിച്ചിട്ടില്ല. മതിയല്ലോ, സാമ്പാർ കഴിച്ചെന്നല്ല, സാമ്പാർ കുടിച്ചു. അതാണ് കറക്റ്റ്. സാമ്പാർ എടുത്ത് കമത്തിയത്. അതിനുശേഷം 3 ദിവസം ഉറക്കവും എല്ലാം അവിടെ വെച്ചായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ 3ാമത് ഒരാളുണ്ട്. ക്യാമറ മുമ്പ് വരാൻ നാണക്കേടും. ആദ്യം അങ്ങോട്ട് പോയി കാണണം. ഇതാണ് ആശിഷ്. നോക്കടാ, ഇതാണ് ആശിഷ്. എന്തൊക്കെ പറയൂ. നാണമാണ് ഗൈസ്, നാണം. അവൻ പഞ്ചാര മുട്ടായി മേടിക്കാൻ പോകുന്നു ഗൈസ്. വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരൊറ്റ സാധനം. അതെ, വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂല. കുഴപ്പമില്ല, ഇവിടെ വന്ന വരക്കത്തിലാണെ വന്ന് അതുകൊണ്ട് ഷുഗർ മാത്രമേ കഴിക്കുള്ളൂ. ഒന്നും കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നും വരില്ല. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഇനിയെങ്കിലും ഡെയിലി വ്ലോഗായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അവനായതുകൊണ്ടാണ് എനിക്ക് വിഷയം. ചെയ്യാതിരിക്കുന്ന എന്നെ കൂടെ പഠിപ്പിക്കും. ഞാനൊന്ന് പ്രചോദിപ്പിച്ചെടുത്തതാണ് ഈ ഡെയിലി വ്ലോഗ്. മനസ്സിലാക്കണം. വന്നോട്ട് ഞാൻ പറയുന്നുണ്ട്, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, വീഡിയോ ചെയ്യണം. പണിയെടുത്ത ആലോചിക്കണം. ഞാനാണ് ഇതിന്റെ എല്ലാത്തിന്റെ മെയിൻ ആയതുകൊണ്ട്. അതെ അതെ അതെ, ഞാനുള്ളത് കൊണ്ട് അവന്മാർ 2 പേരും ഓടിപ്പോകുന്നു. ഞാൻ ഉള്ളത് കൊണ്ട്. ഇത്രയും കാര്യപ്രാപ്തിയുള്ള ഒരു തൊഴിലാളി ഒരു ഉടമസ്ഥന് കിട്ടില്ല. ശരിയാ, ഭയങ്കര കാര്യപ്രാപ്തിയാ. കുറച്ചു നേരത്തെ ഞാൻ ഒരു സാധനം എടുക്കാൻ പറഞ്ഞു വിട്ട്, അതുവരെ പോയിട്ട് തിരിച്ചു വന്ന് എന്തോന്നിന് വിട്ടേന്ന് മറന്നുപോയി. മറവി ലേശമല്ല, വല്ലാണ്ട് കൂടുന്നുണ്ട് ഇപ്പോ കേട്ടോ, അല്ലാണ്ട്. നേരത്തെ ഒതുക്കി വെക്കാൻ കൊടുത്തൊരു സാധനം തിരിച്ചവിടെ വെച്ചിട്ട് പറഞ്ഞ് ഞാൻ ചോദിച്ചു എന്തിനാ തിരിച്ചു വെച്ചേന്ന്. അതിനെന്റെ കൈ തന്നില്ലല്ലോ. അത്രയ്ക്ക് മറവിയേ ഉള്ളു. പ്രായമായില്ലേ പറ. പിന്നെ പ്രായം ഒരു പ്രായമായിട്ടുണ്ട് ഇപ്പോഴും. സ്റ്റിൽ സ്റ്റിൽ അതെ അതെ. അതെ അതെ, ബിസി ഷെഡ്യൂൾ. ഇവിടുന്ന് അവിടെ പോയിരുന്നു ഉറങ്ങണം, അവിടെ നിന്ന് മടുക്കുമ്പോ ഇവിടെ വന്നിട്ട് ഉറങ്ങണം. ഇതാണ് അവന്റെ ബിസി ഷെഡ്യൂൾ. അതെ അതെ, വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. സോ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു വന്നു നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നത് മാത്രമാണ്. സോ ഇനിയുള്ള വീഡിയോ നമുക്ക് കാണാം, ഇനി കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ഗൈസ്. അപ്പോൾ
നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് അറിയണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ്. ബൈ.